ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സാധാരണ ഞാൻ പാരൻസിൻ്റെ സ്റ്റോറീസ് ഞാൻ ഫേസ് ചെയ്ത കുറേ കാര്യങ്ങളൊക്കെയാണ് പറയാറ്. പക്ഷേ എന്നോട് പലരും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ സ്റ്റോറീസ് പറയുന്നുണ്ട്, പക്ഷേ എന്താണ് ഓട്ടിസം അല്ലെങ്കിൽ എന്താണ് മെൻ്റൽ റിട്ടർഡേഷൻ അഥവാ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി എന്നും നിങ്ങൾ സംസാരിക്കാറില്ല. അപ്പം ഞാൻ വിചാരിച്ചിരുന്നത് കുറേ പാരൻസ് ഓൾറെഡി എന്താണ് ഓട്ടിസം എന്നൊക്കെ ഉള്ളത് യൂട്യൂബിലുണ്ടാവും. അപ്പോൾ പിന്നെ എൻ്റെ ഒരു ഇതിനെക്കുറിച്ച് എൻ്റെ ഒരു ചാനലിൻ്റെ എൻ്റെ ഒരു ടോക്കിൻ്റെ ആവശ്യമില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ചുകൂടി ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന്. അപ്പോൾ ഞാനിന്ന് എന്താണ് ഓട്ടിസം എന്നാണ് പറയാൻ പോകുന്നത്. ഓട്ടിസം എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു ഡെവലപ്മെൻ്റൽ ഡിസോർഡറാണ്. ബ്രെയിനിൻ്റെ ഡെവലപ്മെൻ്റൽ ഡിസോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു കൈ മുറിച്ചു മാറ്റിയാൽ നമുക്ക് പകരം ഒരു കൈ വെച്ച് പിടിപ്പിക്കാൻ സാധിക്കില്ല. നമ്മുടെ സെയിം കൈ നമുക്ക് വളർന്നു വരില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ബ്രെയിൻ സെൽസ് ഒരിക്കൽ ഡാമേജ് ആയി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്ക് അത് റീക്രിയേറ്റ് ആവില്ല. അതേസമയം നമ്മുടെ കൈ ഒന്ന് പൊള്ളിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ആ സെൽസൊക്കെ വീണ്ടും വളരും. പക്ഷെ അതുപോലെയല്ല നമ്മുടെ ബ്രെയിനിൻ്റെ സെൽസ്, നമ്മുടെ ബോഡിയിലെ ശരീരത്തിലെ ബ്രെയിൻ ഒഴികെ ബാക്കി ഏത് സെൽസും റീക്രിയേറ്റ് ചെയ്യാൻ വീണ്ടും ഉണ്ടാവും എന്നാണ് പറയുന്നത്. പക്ഷെ ബ്രെയിൻ സെൽസ് ഒരിക്കലും ഡാമേജ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അത് വളരില്ല. അപ്പോൾ ഇപ്പം അതിൽ നമ്മുടെ ഈ സോഷ്യൽ ഇൻട്രാക്ഷൻ, അതായത് നമ്മൾ സമൂഹത്തിൽ ഒരു വ്യക്തി എങ്ങനെയാണ് പെരുമാറുന്നത്, അല്ലെങ്കിൽ അവൻ്റെ ഒരു സമൂഹത്തിൽ വളർന്നു വരുമ്പോൾ അവന് ആവശ്യമുള്ള കാര്യങ്ങളുടെ ഏരിയയിൽ ബ്രെയിനിൻ്റെ ആ ഏരിയയിൽ എഫക്റ്റ് ചെയ്യുന്നതാണ് എഫക്റ്റ് ചെയ്യും. അതാണ് സോഷ്യൽ ഇൻട്രാക്ഷൻ. ആ ഏരിയനെ അതൊക്കെ ബ്രെയിനിൻ്റെ ഓരോരോ ഏരിയാസാണ്. ഇപ്പം നമ്മൾ പഠിക്കുന്നത് ഒരു ഏരിയ, സോഷ്യൽ ഡെവലപ്മെൻ്റ് ഒരു ഏരിയ, നമ്മൾ സംസാരിക്കുന്നത് ഏരിയ, കാണുന്നത്, കേൾക്കുന്നത്, മണക്കുന്നത്, അങ്ങനെ എല്ലാത്തിനും ഓരോരോ ഏരിയാസ് ഉണ്ട് ബ്രെയിനിന്. അപ്പം ആ ഒരു ഏരിയനെ സോഷ്യൽ ഇൻട്രാക്ഷൻ എന്ന ഒരു ഏരിയനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടാവും. രണ്ടാമത് കമ്മ്യൂണിക്കേഷനാണ്. ഇപ്പോൾ നമ്മൾ ഒരു ഓട്ടിസം കുട്ടിയോട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അവനിപ്പോൾ മോൻ്റെ പേരെന്താ എന്ന് ചോദിച്ചാൽ മോൻ്റെ പേരെന്താ അങ്ങനെ, അതായത് എക്കോലാലിയ, അവനത് ആ ഒരു സംസാരിച്ച് കഴിഞ്ഞാൽ അവൻ അത് തന്നെ തിരിച്ച് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ റിപ്പീറ്റേറ്റീവ് ബിഹേവിയർ. അപ്പോൾ അത് അവൻ്റെ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ബ്രെയിനിൻ്റെ സോഷ്യലായിട്ടുള്ളതും കമ്മ്യൂണിക്കേഷൻ ആയിട്ടുള്ളതുമായിട്ടുള്ള രണ്ട് ഏരിയാസിനെ എഫക്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഡെവലപ്മെൻ്റൽ ഡിസോർഡറാണ് ഓട്ടിസം എന്ന് പറയുന്നത്. ഇനി നമ്മൾ എങ്ങനെയാണ് ഓട്ടിസം കുട്ടികളെ തിരിച്ചറിയുക? ഇപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന പല പാരൻസും ചോദിക്കുന്നുണ്ട്, എൻ്റെ മകൾ സംസാരിക്കുന്നില്ല അല്ലെങ്കിൽ എൻ്റെ മകൻ സംസാരിക്കുന്നില്ല, അവന് 3 വയസ്സായി, അപ്പം അതിൻ്റെ കുഞ്ഞിന് ഓട്ടിസമാണോ? ഒരു പാരൻറ്റ് വളരെ കരഞ്ഞിട്ട് വന്നിട്ടുണ്ട്, എന്തോ പ്രശ്നമുണ്ട് മാം, അവൻ സംസാരിക്കുന്നേ ഇല്ല. അപ്പോൾ ശരിക്കും സംസാരിക്കാത്തതെന്ന് വെച്ചാൽ ഈ ഫ്ലാറ്റിൽ വളരുന്ന കുട്ടികൾ പൊതുവേ സംസാരം ഭയങ്കര കുറവാണ്. കാരണം അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് വേറൊരാളില്ല. അവരവരുടെ പാരൻസ് എപ്പോഴും ജോലിയിലായിരിക്കും. വരുന്നത് ചിലപ്പോൾ ഒരു മെയ്ഡ് ഉണ്ടാവും, അല്ലെങ്കിൽ കുട്ടികൾ ഫുൾ ടൈം കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. പിന്നെ എന്ന് വെച്ചാൽ ഇവർക്ക് സംസാരിക്കേണ്ട ആവശ്യം പൊതുവെ വരുന്നില്ല. അതിന് മുന്നേ തന്നെ ആൾക്കാർ കാര്യങ്ങൾ അവർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടാവും. അപ്പം സംസാരിക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ സംസാരിച്ചാൽ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ സ്പീച്ച് ഡിലേയ്സ് വരാനുണ്ട്. അപ്പോൾ ഇവർ മിങ്കിൾ ചെയ്ത് കഴിഞ്ഞാൽ കുറേയൊക്കെ ഇവർക്ക് ചേഞ്ചസ് ഉണ്ടാവും. പക്ഷേ ഓട്ടിസം കുട്ടികളെന്ന് പറഞ്ഞാൽ അവർക്ക് ഐ ടു ഐ കോണ്ടാക്റ്റ് ഭയങ്കര കുറവായിരിക്കും. ചിലർക്ക് ഉണ്ടാവും, പക്ഷേ ചിലർക്ക് ഐ ടു ഐ കോണ്ടാക്റ്റ് ഭയങ്കര കുറവായിരിക്കും. അവർക്ക് അത് പറ്റത്തില്ല. അത് നമ്മുടെ സോഷ്യൽ ഇൻട്രാക്ഷൻ്റെ മെയിൻ ഏരിയയാണ് ഐ ടു ഐ കോണ്ടാക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇവർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല. ചിലർക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും, പക്ഷേ അതിൽ റിപ്പീറ്റേറ്റീവ് ബിഹേവിയർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിപ്പീറ്റേറ്റീവ് ബിഹേവിയർ ധാരാളമായിട്ട് അവർ കാണിക്കുന്നുണ്ടാവും. പിന്നെ വളരെ കുറച്ച് വേർഡ്സ് ഉണ്ടാവുള്ളൂ. പിന്നെ ഇവരൊരു പ്രത്യേക തരത്തിലുള്ള എന്തെങ്കിലും ഒരു ആക്ഷൻ ഉണ്ടാവും. കാരണം അത് അവരുടെ ബോഡി പ്രോപ്പറായിട്ട് എന്താ പറയുക, അവർക്കൊരു സെൻസറി എംപയർമെൻ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനൊരു ഇമ്പയർമെൻറ്റിൻ്റെ ഭാഗമായിട്ട് അവർ ചിലപ്പോൾ ഈ അവർ കൈ ഇങ്ങനെ, നമ്മൾ ചോറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവരിങ്ങനെ കൊടുക്കത്തില്ല. അവർക്കിങ്ങനെ പശയുള്ള സാധനങ്ങളൊന്നും അവർക്ക് ഇങ്ങനെ പിടിക്കാൻ പറ്റത്തില്ല. അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും.
പിന്നെ ചിലപ്പോൾ അവരിങ്ങനെ ആടുന്നുണ്ടാവും, ചിലപ്പോൾ ഇങ്ങനെ കൈ ആട്ടുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അതായത് അവർ ഒറ്റയ്ക്ക് ഇരുന്ന് ചിരിക്കുന്നുണ്ടാവും, ചിലപ്പോൾ വെറുതെ പാടുന്നുണ്ടാവും, ചിലപ്പോൾ സ്ക്രീമിങ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ പല പല രീതിയിലുള്ള ബിഹേവിയറൽ ഇഷ്യൂസ് കാണിക്കുന്നുണ്ടാവും. അതായത് ഒരു കുട്ടി നമ്മുടെ സമൂഹത്തിലായിരിക്കുന്ന സമയത്ത് അവൻ ചെയ്യുന്ന ഒരു ബിഹേവിയേഴ്സ് ഉണ്ട് ഇല്ലേ? ആ ബിഹേവിയറിലൊന്നും തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുണ്ടാവില്ല. അവരുടേതായ ലോകത്ത് അവരുടേതായ സൗണ്ടും അവരുടേതായ കുറേ കാര്യങ്ങളിലായിരിക്കും ഇരിക്കുന്നത്. ചില കുട്ടികൾ ഭയങ്കരമായിട്ട് ആക്രമിക്കുന്ന കുട്ടികളുണ്ടാവും. ചിലരിങ്ങനെ മേലൊക്കെ സ്വയം എന്താ പറയുക, ശരീരത്തിൽ മുറിവേൽപ്പിക്കുന്ന കുട്ടികളുണ്ടാവും. അങ്ങനെ അതൊക്കെയാണ് നമ്മൾ ഓട്ടിസം കുട്ടികളിൽ കാണുന്ന ഡിഫിക്കൽട്ടീസ്. പിന്നെ അപ്പം ഇനി രണ്ടാമത്തെ ചോദ്യമാണ് ഈ ഓട്ടിസം എന്നുള്ളത് മാറുമോ എന്നുള്ളത്. ശരിക്കും ഓട്ടിസം എന്നുള്ളത് മാറില്ല. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾക്ക് ഒരു കൈ നമുക്കില്ലാത്തൊരവസ്ഥയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? കൈ നമ്മൾ ഒന്നില്ലെങ്കിൽ നമ്മളൊരു അഡാപ്റ്റീവ് ഡിവൈസ് നമ്മൾ കൈക്ക് എങ്ങനെയാണ് ആ കൈക്ക് പകരം ചെയ്യുന്നത് ഒരു എക്സ്ട്രാ ഒരു കൈ നമ്മൾ വെച്ച് കൊടുക്കും അല്ലേ? അതുപോലെ ഈ കുഞ്ഞുങ്ങളുടെ ബിഹേവിയറിൽ ആവശ്യമായ ചേഞ്ചസ് വരുത്തി അവർക്ക് ജീവിത സാഹചര്യം ഏറ്റവും നല്ല രീതിയിലുള്ള ജീവിത സാഹചര്യം നേടിയെടുക്കാനുള്ള അസിസ്റ്റീവ് ഡിവൈസസും അഡാപ്റ്റീവ് ഡിവൈസസും കൊടുത്ത് അവർ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ദയവേത് പാരൻസ് നിങ്ങളോട് ഒരാൾ പറയുകയാണ് നിങ്ങളുടെ കുട്ടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, വരൂ നിങ്ങൾ എൻ്റെ അടുത്ത് വന്നാൽ മതി, ഞാൻ നിങ്ങൾക്ക് മരുന്ന് വെച്ച് മാറ്റിത്തരാം, അല്ലെങ്കിൽ ഇന്ന മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടിയുടെ ഓട്ടിസം മാറും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് വരികയാണെങ്കിൽ ദയവേത് പോവരുത്. നിങ്ങൾക്ക് ചെയ്യാനുള്ളത് നിങ്ങളുടെ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് കൊടുത്ത്, ഇപ്പം നിങ്ങൾ ഓട്ടിസം എപ്പോഴാണോ തിരിച്ചറിയുന്നത് ആ ഒരു സമയത്ത് തന്നെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങുകൾ നിങ്ങൾ തുടങ്ങുക. ഇതിൽ ഇപ്പം അംഗീകരിക്കാത്ത പാരൻസ് ഉണ്ട്, അവരെക്കുറിച്ച് ഞാൻ ഓൾറെഡി നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ തിരിച്ചറിയുന്ന നിമിഷം മുതൽ നമ്മളുടെ കുഞ്ഞിന് നമ്മൾ തന്നെ ട്രെയിനിങ് കൊടുക്കണം. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ട്രെയിനിങ് കൊടുക്കേണ്ടതുള്ളത് അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇത്ര നേരം കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. അപ്പോൾ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കലുകൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ കൂടുതൽ ആളുകളുടെ അടുത്തേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.